സ്ഥിരമായി ഇടുന്നയാളാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കണ്ടില്ലേ, ഇയാൾ ഒരു SC/ST പെട്ട ഒരാളാണ്, അതുകൊണ്ട് ഇയാൾ ഉയർന്ന ജാതിക്കെതിരെയാണ് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഉയർന്ന ജാതിക്കെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ ആരും ഒന്നും ചോദിക്കാൻ വരില്ല എന്നൊരു ധാർഷ്ട്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിയാണ് ഇവരുടെ ഉള്ളിൽ. നമ്മൾ കണ്ടാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൽ ഒരു 3 പെൺപിള്ളേർ കാണിച്ച പരിപാടികൾ കാരണം അവളുമാരിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയാനില്ല, എവിടെയൊക്കെ ഓടിപ്പോയി ഒളിച്ചിട്ടുണ്ട്. അവളുമാർ എന്തൊക്കെ വലിയ പ്രസ്താവനകളൊക്കെ ആയിട്ട് വന്നതാണ്. അവർ പട്ടികജാതി പട്ടികവർഗത്തിൽ പെട്ടതാണ്, അതുകൊണ്ട് അവരെ ഈ പറഞ്ഞ ജാതി പറഞ്ഞ് അവഹേളിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസിന് വലിയൊരു ബലം കൊടുക്കാനായിട്ട് നോക്കി. പക്ഷേ അത് മൂഞ്ചിപ്പോയി എന്ന് പറയുന്ന പോലെ തന്നെ ഇവനെതിരെ കിട്ടിയിരിക്കുന്നതിന് എന്തോ വിപ്ലവകരമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ്. ഒരാൾ മരിച്ചു കിടക്കുമ്പോഴല്ല നിൻ്റെ ഈ തന്തയില്ലായ്മ നീ കാണിക്കേണ്ടത്, അല്ലാത്തപ്പോൾ നിനക്ക് പ്രതികരിക്കാം, മറ്റുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാം. പക്ഷെ അങ്ങനെയല്ല ഇവിടെ സംസാരിക്കേണ്ടത്. സമയവും സന്ദർഭവും നോക്കി വേണം സംസാരിക്കാനായിട്ട്. ഇതങ്ങനെ നോക്കാതെ സ്വന്തം വീട്ടിൽ എന്തൊരു സംഭവം നടന്നാലും അതിനെയും ഈ രീതി തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇവൻ ഇതിനെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ പോലും ജാതി അധിക്ഷേപം നടത്താനായിട്ട് ഒരുത്തനും ഒരു യോഗ്യതയില്ല.